നമസ്കാരം. ഞാനൊരു കാര്യം പറയട്ടെ. മരണം നമ്മുടെ കൂടെ പിറപ്പാണെന്ന് എവർക്കും അറിയാം. നമുക്ക് മരണം നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആ കാരണത്തോടു കൂടിയായിരിക്കും നമുക്ക് മരണം സംഭവിക്കുക. പക്ഷെ നമുക്ക് എപ്പോൾ മരണം സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ചിലപ്പോൾ ചിലർക്കൊരു സൂചനകളുണ്ടായിരിക്കും. ബന്ധുക്കൾ മരിക്കുമ്പോഴോ, കുടുംബാംഗങ്ങൾ ഇങ്ങനെ തുടർച്ചയായി മരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ തടസ്സം വരിക, അങ്ങനെയുള്ള ചില ഇൻഡ്യൂഷൻസ് നമുക്ക് ചിലപ്പോൾ വന്നു വരാം. അപ്പം അങ്ങനെ നമുക്ക് ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. എങ്കിലും ഇത്തരം സൂചനകൾ കിട്ടിയാൽ നാം സൂക്ഷിക്കുന്നത് നല്ലതല്ലേ, ഓർമ്മിക്കുന്നത് നല്ലതല്ലേ. നമ്മുടെ പല യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ ദിവസം വരുന്നുണ്ട്, ഇന്ന നക്ഷത്രക്കാർ സൂക്ഷിക്കണം, വലിയ പ്രയാസമാണ്, ഇന്ന നക്ഷത്രക്കാർക്ക് ധനം വന്ന് ഒഴുകും, പൂജകൾ ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്നൊക്കെ ധാരാളം നമ്മൾ പരസ്യം കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ vastuScore.com അതിനകത്ത് 2026 എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതൊന്ന് ദയവായി ഒന്ന് യൂട്യൂബ് ലിങ്കിൽ പോയി നോക്കുക. അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഈ വർഷം ഒരുപാട് മരണങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, യുദ്ധമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാ നക്ഷത്രക്കാരുമല്ല, ഏകദേശം ഒരു 75% നക്ഷത്രക്കാർക്കും 2026 വളരെ മോശമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്ത് ഞാൻ ഇന്നിപ്പോൾ പറയാൻ കാരണം, അതായത് ഏപ്രിൽ മാസം 14 വരെ എല്ലാവർക്കും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും സൂക്ഷിക്കുക, ആരോഗ്യപരമായിട്ടും യാത്രാപരമായിട്ടും ഒക്കെ സൂക്ഷിക്കുക. യാത്രകളെല്ലാം കഴിയുന്നത് ഒഴിവാക്കുക. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് താമസിപ്പിക്കാതെ ചെയ്യുക. ഭഗവാനെ പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അപകട മരണങ്ങൾ അല്ലെങ്കിൽ സാധാരണ മരണങ്ങളെല്ലാം തന്നെ സംഭവിക്കുവാൻ ഉള്ള സമയമാണ്. വളരെ ഞെരുങ്ങിയ സമയമാണ്. ധാരാളം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നിങ്ങൾ അതിനൊരു മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്, എല്ലാവരും അടുത്തുള്ള പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുവാനുള്ള സൗകര്യങ്ങൾ, അതായത് ആംബുലൻസിൻ്റെ നമ്പർ, തൊട്ടടുത്ത വീട്ടിലെ ഫോൺ നമ്പർ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ നമ്പർ, ഡോക്ടറുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഒന്ന് കുറിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളത് നന്നായിരിക്കും. അത് കണ്ടുകൊണ്ട് മാത്രമേ ഡോക്ടർക്ക് അടുത്ത ചികിത്സ ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കണം എന്ന് മാത്രം ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നു ഈ എപ്പിസോഡിൽ. എല്ലാവർക്കും നല്ലത് വരട്ടെ, രക്ഷിക്കട്ടെ, പ്രാർത്ഥിക്കുക.